ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന 3 തരം സാൻഡ്വിച്ചിൻ്റെ റെസിപ്പി കാണാം. വെജിറ്റബിൾ, എഗ്ഗ്, ചിക്കൻ, ഇങ്ങനെ 3 സാൻഡ്വിച്ചസ് ആണ് ഉണ്ടാക്കുന്നത്. വളരെ കുറച്ച് സമയം കൊണ്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടൊക്കെ കഴിക്കാൻ പറ്റിയ 3 സാൻഡ്വിച്ചസ് ആണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അതിനു മുന്നേ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കെ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കല്ലേ. ആദ്യം നമുക്ക് വെജ് സാൻഡ്വിച്ച് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം. അതിനായിട്ടുള്ള ഫില്ലിങ് ആദ്യം റെഡിയാക്കി എടുക്കണം. ഇതിലേക്ക് വേണ്ട വെജിറ്റബിൾസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അരിഞ്ഞോ ഗ്രേറ്റ് ചെയ്തോ ചേർക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു ബൗളിലേക്ക് 1 ടേബിൾ സ്പൂൺ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, 1 ടേബിൾ സ്പൂൺ കുക്കുംബർ ഗ്രേറ്റ് ചെയ്തത്, 1 ടേബിൾ സ്പൂൺ തക്കാളി ഉള്ളിലെ കുരു കളഞ്ഞ് ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ ക്യാബേജ് ചെറുതാക്കി അരിഞ്ഞത്, പിന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞത്, 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, 2 ടേബിൾ സ്പൂൺ മയോണൈസ് ഇത്രയും ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇതിപ്പോൾ 2 സാൻഡ്വിച്ചിലേക്ക് വേണ്ട ഫില്ലിംഗ് ആണ് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. നിങ്ങൾ കൂടുതൽ സാൻഡ്വിച്ചസ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതനുസരിച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ഫില്ലിംഗ് ഉണ്ടാക്കാനായിട്ട് ശ്രദ്ധിക്കണം. സാൻഡ്വിച്ച് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 2 ബ്രെഡ് എടുത്തിട്ടുണ്ട്. ബ്രെഡിൻ്റെ 4 സൈഡും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞ ശേഷം ഫില്ലിംഗ് ഇതുപോലെ വെച്ച് കൊടുക്കാം. ബ്രെഡിൻ്റെ എല്ലാ ഭാഗത്തേക്കും കവർ ചെയ്ത് ഫില്ലിങ് വെച്ച് കൊടുക്കണം. എന്നിട്ട് രണ്ടാമത്തെ ബ്രെഡ് മുകളിൽ വെച്ച് കൊടുത്ത് കൈകൊണ്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത ശേഷം ഇതുപോലെ രണ്ടായിട്ട് ഒന്ന് മുറിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾ സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അടുത്തതായിട്ട് നമുക്കൊരു ചിക്കൻ സാൻഡ്വിച്ച് ഉണ്ടാക്കാം. അതിന് വേണ്ട ഫില്ലിങ് ആദ്യം റെഡിയാക്കി എടുക്കണം. ഫില്ലിങ് റെഡിയാക്കുന്നതിനായിട്ട് ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ സവോള പൊടിയാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ ഒരു 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് മല്ലിയില അരിഞ്ഞത് ഇത്രയും ഇട്ട് കൊടുത്ത ശേഷം ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു 150 ഗ്രാം ചിക്കൻ കുറച്ച് ഉപ്പ് ചേർത്ത് വേവിച്ച് ഒന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ക്രഷ് ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞിട്ടും ചേർക്കാവുന്നതാണ്. ചിക്കനിൽ ഉപ്പുള്ളത് കൊണ്ട് ഇനി ഇതിലേക്ക് ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം. ആവശ്യമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഞാനിവിടെ ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മയോണൈസ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നതിനായിട്ടുള്ള ബ്രെഡ് ഇതുപോലെ 4 സൈഡും കട്ടാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുത്ത ശേഷം രണ്ടാമത്തെ ബ്രെഡ് മുകളിൽ വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത ശേഷം ഇതുപോലെ രണ്ടായിട്ടൊന്ന് മുറിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. അടുത്തതായി നമുക്ക് എഗ്ഗ് സാൻഡ്വിച്ച് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം. അതിനായിട്ടുള്ള ഫില്ലിങ് നേരത്തെ പോലെ തന്നെ ആദ്യം റെഡിയാക്കി എടുക്കണം. ഒരു ബൗളിലേക്ക് ഒരു മുട്ട പുഴുങ്ങിയത് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുതാക്കി അരിഞ്ഞോ ഉടച്ചോ ചേർക്കാവുന്നതാണ്. ഇതിലേക്ക് ഇനി 1 ടേബിൾ സ്പൂൺ സവോള അരിഞ്ഞത് ചേർക്കാം. കൂടെ 1 ടീസ്പൂൺ പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞതും, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, കുറച്ച് മല്ലിയില, 2 ടേബിൾ സ്പൂൺ മയോണൈസ് ഇത്രയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മുൻപ് ചെയ്ത പോലെ തന്നെ 4 സൈഡും കട്ട് ചെയ്ത് കളഞ്ഞ് റെഡിയാക്കി വെച്ച ബ്രെഡിലേക്ക് ഫില്ലിംഗ് വെച്ച് കൊടുത്ത ശേഷം രണ്ടാമത്തെ ബ്രെഡ് മുകളിൽ വെച്ച് കൈകൊണ്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് രണ്ടായിട്ടൊന്ന് മുറിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ എഗ്ഗ് സാൻഡ്വിച്ചും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ 3 തരം സാൻഡ്വിച്ചസ് കണ്ടില്ലേ? നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടൊക്കെ കഴിക്കാവുന്ന നല്ല ടേസ്റ്റി സാൻഡ്വിച്ചസ് ആണ്. സെർവ് ചെയ്യുമ്പോൾ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് കൂടി ഉണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്തും കൊടുത്തോളൂ. അടുത്തൊരു ടേസ്റ്റ് റെസിപ്പി ആയിട്ട് ഞാൻ വേഗം വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ. താങ്ക്